ഒരു ഹദീസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസ് എന്നെ ശ്രദ്ധിക്കുന്നവരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസ, ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതൊരു ദിക്ർ എന്നതിലപ്പുറം സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് പറയപ്പെടുന്ന ഒരു ആയത്ത് കൂടിയാണ്. ഈ ദിക്ർ 7 വട്ടം സബ്അ മർറാത്തിൻ 7 വട്ടം ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. കാണാൻ കഴിയും, യഹ്ദിഉല്ലാഹു റൗഅഹു, അല്ലാഹു അവന്റെ പേടിയിൽ നിന്ന് അവന് സമാധാനം നൽകും. വയസീലു ആലാമഹു, അവന്റെ വേദനകളെ അല്ലാഹു തആല നീക്കം ചെയ്യും. വയഹ്ഫളുഹു മിനൽ അഅദാഇ, ശത്രുക്കളിൽ നിന്ന് അവനക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകും. വയംനഉ അൻഹുൽ അദവാഅ, അതുപോലെ അസുഖങ്ങൾ, രോഗങ്ങൾ അവനെ തൊട്ട് തടയുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കഫാഹുല്ലാഹു മാ അഹമ്മഹു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. നമ്മൾ പ്രഭാതമാകുമ്പോൾ, നമ്മൾക്ക് പ്രദോഷമാകുമ്പോൾ, എല്ലാ രാവിലെയും വൈകുന്നേരവും പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തുള്ള നമ്മൾക്കൊരു പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന ചെറിയ ഒരു ആയത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എത്ര തവണ? 7 വട്ടം ഒരു പതിവാക്കാൻ, അതൊന്ന് ചൊല്ലൽ പതിവാക്കാൻ കഴിഞ്ഞാൽ. ഈ ഹദീസിന്റെ പ്രത്യേകത സ്വാദിഖൻ കാന ഔ കാദിബ, ഇത് പൂർണ്ണമായ വിശ്വാസത്തോടെ അർത്ഥം ഉൾക്കൊണ്ട് പറഞ്ഞാലും അങ്ങനെ അല്ലാതെ പറഞ്ഞാലും ഇതുകൊണ്ട് ഉപകാരം എഫക്ട് ചെയ്യും എന്നാണ് പുണ്യനബി ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ ഇത് പതിവാക്കാനൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ ദിവസവും ഇനിയുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന എന്നെ ഈ വിനീതനെ കേൾക്കുന്ന ഏതൊരാളും ഇത് കേട്ട്, ഇത് പഠിച്ച്, ഇത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന, മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന 4 കാര്യങ്ങൾ. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പല നിലക്കുള്ള പേടികൾ നമ്മൾക്ക് അനുഭവിക്കുന്നവരാ. പേടിയിൽ നിന്ന് സമാധാനം നൽകുക. അതുപോലെ പല നിലക്കുള്ള വേദനകൾ, കാൽമുട്ട് വേദന, പല നിലക്കുള്ള വേദനകൾ ഇന്ന് ആളുകൾ പ്രായഭേദമന്യേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ വേദനകളെ അള്ളാഹു നീക്കിക്കളയും. അതുപോലെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു തആല അവന് സംരക്ഷണം കൊടുക്കും. അതുപോലെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അള്ളാഹു അവനെ തടയുകയും ചെയ്യും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താണ് വേണ്ടത്? രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കാരം വൈകുന്നേരം കഴിഞ്ഞ് ഒന്ന് മനസ്സിരുത്തി അവിടെ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഉമ്മമാര് സഹോദരിമാരൊക്കെ ആണെങ്കിൽ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലേക്കോ അതല്ലെങ്കിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ പോകുമ്പോൾ മനസ്സറിഞ്ഞൊന്ന് ചെല്ലിയാൽ മതി, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എനിക്ക് അല്ലാഹു മതിയായവനാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതൊരു ഇലാഹുമില്ല, അലൈഹി തവക്കൽതു അവന്റെ മേൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു, അവന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അലീം അവനാണല്ലോ ഏറ്റവും ഉന്നതമായ വണ്ണമായ അർശിന്റെ രക്ഷിതാവ്, ഉടമസ്ഥൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ, നമ്മൾക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ, നമ്മളുടെ വേദനകൾ നീക്കം ചെയ്യാൻ, അതുപോലെ നമ്മളുടെ പേടിയിൽ നിന്ന് നമുക്ക് സമാധാനത്തോടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിലൂടെ, നമ്മുടെ മക്കളിലൂടെ ഇത് പകർന്നു കൊടുക്കുക. മഹാന്മാരായ ആളുകൾ ഇങ്ങനെയുള്ള ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ അവർ സന്തോഷം അനുഭവിച്ചിരുന്നു. അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. തീർച്ചയായിട്ടും അള്ളാഹുവിന് ചെല്ലുന്ന ദിക്റ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ചൊല്ലുന്ന ദിക്റിലാണ് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിന് സമാധാനം കൈക്കൊള്ളാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല ഒരുപാട് വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഭൗതികമായ ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അതൊക്കെ വിസ്മരിക്കുകയാണ്. റബ്ബിനെ ഓർക്കാനും റബ്ബിനെ സ്മരിക്കാനും അവന് വേണ്ടി ദിക്റുകൾ ചെല്ലാനും. ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ സൃഷ്ടിക്കുന്ന ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച് പറഞ്ഞയക്കാൻ അല്ലാഹു തആല മനസ്സിൽ ആലോചിച്ചപ്പോ മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, മലക്കുകളെ, ഞാൻ ഭൂമിയിൽ എന്റെ ദൂതരെ, എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? മലക്കുകൾ പറയുന്നുണ്ട്, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അല്ലാഹുവേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിന് ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണം? അവർ രക്തം ചൊരിച്ചിലുണ്ടാക്കുന്നവരാണ്, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ ആ മലക്കുകളുടെ വാക്കുകളാണ് സത്യത്തിൽ മലക്കുകൾ പറഞ്ഞതാണ് മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തർക്കങ്ങളും സംവാദങ്ങളും അതുപോലെ മനുഷ്യനെ ദ്രോഹിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആക്ഷേപ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തും توكلت وهو رب العرش العظيم